പിതാവേ, കാണാൻ കഴിയാത്തവർക്ക് നമ്മളെക്കാൾ നന്നായി കേൾക്കാൻ കഴിയുമോ? ആ, വാ ഇരിക്കെ. നോക്കേശു, ദൈവം നമ്മളേന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുന്ന് വെച്ചോ, ആ സ്ഥാനത്ത് അതിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനെ വെക്കും. അതാണ് ഈശ്വരൻ. കാണാൻ പറ്റാത്തവരുടെ കാര്യം നോക്കാം. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് കേൾക്കാൻ സാധിക്കും. അതെ, ഇപ്പൊ തന്നെ ഏത് ദിശയിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് വരെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിലും വലിയ കാര്യം, ശബ്ദത്തിന്റെ തീവ്രത കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വസ്തു എത്ര അകലെയാണെന്നും നമ്മുടെ എത്ര അടുത്താണെന്നും. മനസ്സിലായോ? എനിക്കൊരു വഴി കിട്ടി. അതിന് അങ്ങ് വേണം എന്നെ സഹായിക്കാൻ കേട്ടോ. ആ, നീ പറഞ്ഞോ, എന്ത് സഹായം നിനക്ക് വേണ്ടേ? ഒരു പ്രത്യേക സാധനം, കാണുന്നതിനേക്കാൾ കേൾക്കുമ്പോൾ കൂടുതൽ മനോഹരം തോന്നുന്ന ഒരു സാധനമാണ് വേണ്ടത്. കുറച്ചെങ്കിലും കഴിക്കുമോളെ, കുറച്ച്. എപ്പോഴും അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് തന്നെ കഴിക്കാനാകും. ആളുകളുടെ സഹതാപം കണ്ട് കണ്ട് എനിക്ക് മടുത്തു തുടങ്ങി. എനിക്ക് ആരുടെയും ദയ ആവശ്യമില്ല. യേശു എന്താ പറഞ്ഞേ? പുറത്ത് കളിക്കാൻ വരാൻ. എനിക്ക് എവിടെയും പോകണ്ട, ആരുടെ കൂടെ കളിക്കണ്ട, ആരുടെ കൈ കൊണ്ട് ഭക്ഷണവും കഴിക്കണ്ട. എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്ന പോലെ. ഇവിടുത്തെ വായുവിൽ മുഴുവൻ സഹതാപത്തിന്റെയും ദുഃഖത്തിന്റെയും ഗന്ധമുള്ള പോലെ. ഇവൾ മകളല്ല, കുഞ്ഞു പാമ്പാണ്, കുഞ്ഞു പാമ്പ്. ഇവൾക്ക് വേണ്ടി എന്തും ചെയ്യൂ. പക്ഷേ മനുഷ്യന് മനസ്സിലാകാതെ എപ്പോഴും എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ടിരിക്കും. ഇരിക്കുന്നിടത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, മറ്റുള്ളവരുടെ മേത്ത് മേക്കിട്ട് കയറരുത്. പുറത്തുപോയി അന്ധരായ കുട്ടികളെ നോക്ക്, അപ്പൊ മനസ്സിലാവും സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന്. അയ്യോ, മതി മതി, അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നും എന്റെ പിതാവിനോട് മാപ്പ് ചോദിച്ചേനെ. എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ മൂലം അങ്ങക്ക് എത്ര വലിയ ബുദ്ധിമുട്ടാണുള്ളത്. നിന്റെ ദുഷ്പ്രവർത്തികൾ മൂലമാണ് ദൈവം നിന്നെ അന്ധയാക്കിയത്, ശരിയല്ലേ? മാപ്പ് ചോദിക്ക, ഈശ്വര എന്നോട് ക്ഷമിക്കുമെന്ന് ചോദിക്ക. മനസ്സിലാക്ക, അവനാണ് നിനക്ക് അച്ഛന്റെ കൂടെ ഇവിടെ ജീവിക്കാൻ ഇടം തന്നത്, മനസ്സിലായോ? നിർബന്ധ ബുദ്ധി കളഞ്ഞ് മിണ്ടാതിരുന്ന് കഴിക്ക്. ഭക്ഷണം കഴിക്ക്. ഞാൻ പറയുന്നു, കഴിക്കൂ. യേശു പറയുന്നു, ദൈവത്തെ അറിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന്. നുണ പറയുകയാണവൻ. എന്റെ പിതാവിന്റെ പോലെ യേശുവിന്റെ വാക്കുകളും എനിക്ക് വെറുപ്പാണ്. ആശ്യ, മനുവിനെയും കുട്ടിനെ വേഗം കളിക്കാൻ വാ, ഞാനും അപ്പോഴേക്കും വരാം. യേശു, ഇതാ മോനെ,
നീ പറഞ്ഞില്ലേ അത് ഞാൻ ഉണ്ടാക്കി. നന്ദിയുണ്ട് പിതാവേ. നിനക്ക് എന്ത് തോന്നുന്നു? നീമ കളിക്കാൻ വരുമോ? തീർച്ചയായും വരുമേ. എന്റെ മനസ്സിൽ അവൾക്ക് വേണ്ടി ഒരു കാര്യമുണ്ട്. പക്ഷെ ഈ പെട്ടിയിൽ എന്താ? അത് സമയമാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങേക്ക് ഓർമ്മയുണ്ടോ ദൈവദൂതൻ എന്താണ് പറഞ്ഞതെന്ന്? യേശുവിന്റെ കൈകൊണ്ട് ഒരു അത്ഭുതവും നടക്കരുതെന്ന്. അങ്ങനെയായാൽ അവന് ദുരിതങ്ങൾ കൂടുമെന്ന്. അഥവാ യേശു നിമയുടെ കാഴ്ച വീണ്ടെടുത്താൽ എങ്ങനെ അത് മറച്ചുവെക്കും? യേശുവിനോട് ശത്രുതയുള്ളവർ ഇതറിഞ്ഞാൽ യേശു എവിടെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ പിന്നെ? നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മേരി. പക്ഷെ യേശു ഇപ്പോൾ വലിയൊരു യാത്രയിലേക്ക് കുതിക്കുകയാണ്. ലോകത്തിന്റെ രക്ഷകനാകാനുള്ള യാത്രയ്ക്ക്. അവന്റെ ഈ യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും അവനത് തീർച്ചയായും തരണം ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവൻ ദൈവപുത്രനാണ്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകണം. നോക്കിക്കോളൂ, യേശു ഒരിക്കൽ സ്വയം അവന്റെ മാർഗങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കൂ, പിന്നെ യേശുവിലും. എനിക്ക് തോന്നുന്നു റബ്ബി ഗുരു യേശുവിനെ മാത്രമല്ല വെല്ലുവിളിക്കുന്നതെന്ന്, നമ്മളെയും പരീക്ഷിക്കുകയാണല്ലേ? ആ, നമ്മുടെ മകനിൽ നമുക്കുള്ള വിശ്വാസത്തിലുള്ള പരീക്ഷണം. അവനൊരു മഹത്തായ ആളാവുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം ഞാൻ അവനിൽ കാണുന്നുണ്ട് മേരി. അതെ, അതിനുവേണ്ടിയാണ് അവൻ ഈ ലോകത്തേക്ക് വന്നത്. എനിക്കിപ്പോ തോന്നുന്നത് യേശുവിനെക്കാളും നന്നായിട്ട് യാക്കോബാണ് കളിക്കുന്നതെന്ന്. വിഷമിക്കേണ്ട യേശു ജ്യേഷ്ഠ, നീമ ഉറപ്പായും വരും. സഹോദരാ, പന്തെറിഞ്ഞാലും. ഞാനിവിടെ കളിക്കാൻ വന്നതല്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. നോക്കൂ, യേശുവിന് എന്താണ് ആ പെട്ടിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? എന്റെ മനസ്സിൽ യേശുവിനെ ഓർത്ത് ദുഃഖമുണ്ട്. എന്നാൽ അവനിൽ അഭിമാനവുമുണ്ട് എനിക്ക്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണല്ലേ! നമുക്ക് യേശുവിന്റെ മാതാപിതാക്കളാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? നോക്കൂ, അവൻ ആദ്യം മഞ്ഞവിന്റെ വിശപ്പടക്കി. പിന്നെ അവന്റെ പിതാവിന് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു. എന്താ നിങ്ങൾ വീണ്ടും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമോ? ആ,
തീർച്ചയായും ഉണ്ടാക്കാം. എന്തെന്നാൽ നീയാണ് എന്റെ കണ്ണുകൾ തുറന്നത്. പിന്നെ അവൻ ഇപ്പൊ നിമയ്ക്ക് വേണ്ടി ഈ ചെയ്യുന്നതും. അമ്മ വരൂ, എനിക്ക് വീട്ടിൽ പോകണം. യേശു, ഇത്രയും ദൂരത്തേക്കാണോ അറിയുന്നത്? ഇനി ആര് പോയി എടുക്കും? തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യവുമില്ല ജ്യേഷ്ഠ. എന്റെ അടുക്കൽ വേറൊരു പന്തുണ്ട്. ഇത് പിടിക്കയാക്കൂ. പന്തെറിയോ യാക്കോബ്? വളരെ ദൂരത്തേക്ക് എറിഞ്ഞു നോക്ക്. അത് എത്ര ശബ്ദമുണ്ടാക്കുമെന്ന് ഞാൻ നോക്കട്ടെ. നന്നായിട്ടുണ്ട് യാക്കോബ്. ആശയ, പന്ത് പിടിക്ക്. ഇന്നാ പിടിച്ചോ. നീമ, ഈ പന്ത് പിടിക്ക്. നീ ഞങ്ങളെ ഞെട്ടിച്ചളഞ്ഞല്ലോ. ആ, നീ പന്ത് ചാടി പിടിച്ചല്ലോ. യേശുവിന്റെ കല്ല് നന്നായിട്ട് പിടിച്ചു. വലിയേട്ടാ, ശരിയാണ് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണിതെല്ലാം? അവനവന്റെ ദുഷ്കർമ്മങ്ങളുടെ പ്രായശ്ചിത്തം അതാണ് നിന്റെ മകൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ദൈവത്തെ വിളിക്കേണ്ടതിന് പകരം കയ്യിൽ പന്തം പിടിച്ചു നിൽക്കുന്നു. എന്തേ ഇങ്ങനെ നിൽക്കുന്നത് നീമ? ചെന്ന് കളിക്ക്. ഞാനും ഒന്ന് കാണട്ടെ
അന്ധയായ ഒരു പെൺകുട്ടി എങ്ങനെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ കാഴ്ച തരുമെന്നോർത്ത് ദൈവത്തെക്കാൾ നീ ഈ കുട്ടിയെ അന്ധമായി വിശ്വസിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ വിളിക്കുന്നതിന് പകരം നീ ഇവന്റെ ഒപ്പം പന്ത് കളിക്കാൻ വന്നത്. കുഴപ്പമില്ല, നാളെ രാവിലെ അറിയാൻ പറ്റും ഞാൻ പറയുന്നതാണോ അതല്ല യേശു പറയുന്നതാണോ ശരിയെന്ന്. പക്ഷേ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. പിതാവിനോട് ധിക്കാരം കാണിച്ച അഹങ്കാരിയായി മാറിയതോർത്ത്, ജീവിതകാലം മുഴുവൻ അന്ധയായി തന്നെ ജീവിക്കേണ്ടി വരുന്നതോർത്ത്. അവളെ കൊണ്ടുവാ. എനിക്കറിയാം നീ വളരെ നിരാശയാണെന്ന്. പക്ഷെ അമ്മ പറയാറുണ്ട്, ഒരിക്കലും പരമശക്തി പറഞ്ഞാൽ പോലും നമ്മുടെ മാതാവിനെയും പിതാവിനെയും നമ്മൾ ഒരിക്കലും അപമാനിക്കാൻ പാടില്ലെന്ന്. നീയുണ്ടല്ലോ, അവരുടെ തെറ്റുകളെല്ലാം അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവർ പരമപിതാവായ ദൈവത്തോട് എങ്ങനെയാണോ അതുപോലെ തന്നെ നീ അവരോടും കാണിക്കും. എന്നിട്ട് നീ കണ്ടു നോക്കൂ എന്ത് സംഭവിക്കുമെന്ന്. എന്നോടൊന്ന് ക്ഷമിക്കൂ പിതാവേ. എനിക്ക് തെറ്റുപറ്റി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് വേണ്ടി ഈ പന്തുണ്ടാക്കിയതിനുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് പിതാവേ. പക്ഷെ എന്നോട് ക്ഷമിച്ചാലും ഞാൻ പഴയ പന്ത് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. യേശു, നീ നേരത്തെ ചെയ്ത കാര്യമുണ്ടല്ലോ, അതിന് മാപ്പല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞ് നിന്നെ അഭിനന്ദിക്കുക വേണ്ടത്. നീമെ ഈ കളിയിലേക്ക് കൊണ്ടുവന്നത് വഴി അവളുടെ ജീവിതത്തിൽ നീ ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തത്. അവളെയും അവളുടെ ലോകത്തെയും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന്. അതെ മോനെ, നിന്റെ പിതാവ് പറയുന്നത് ശരിയാണ്.
ഇത്രയും കാലം നിമ അവളുടെ ഏത് ലോകത്താണോ ഒറ്റയ്ക്ക് വിഷമിച്ചിരുന്നത് അവിടെ നീ അവൾക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു അവൾ ഒറ്റയ്ക്കല്ല എന്ന്. ഇനി അവൾ നിന്റെ അടുക്കൽ കൂട്ടുകൂടുകയും ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ യേശു, ഇനി അഥവാ ഒരു പന്ത് കാണാതായി പോയിന്ന് വെച്ചോ, ഞാൻ എന്താ ചെയ്യാ? ഞാൻ നിനക്ക് വേണ്ടി 10 പന്തുണ്ടാക്കി തരും.